ലേബർ റൂമിൽ പലപ്പോഴും സ്ട്രേഞ്ചായി തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു കുഞ്ഞ് ജനിച്ച് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കുഞ്ഞിനെ അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക. അത് പല കാരണങ്ങൾ കൊണ്ടാകാം, പല ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റേഷൻസ് കൊണ്ടാകാം, ഹോസ്പിറ്റൽ പോളിസീസ് കൊണ്ടാകാം. ഇത് വളരെ കോമൺ ആയിരുന്നു, ഇപ്പോഴും പല സ്ഥലത്തും കോമൺ ആണ്. 2021 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു വലിയ സ്റ്റഡി പബ്ലിഷ് ചെയ്തു. മദർ ന്യൂബോൺ കെയർ യൂണിറ്റ് MNCU എന്ന് പറയുന്ന ഒരു സംഭവം അവർ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്ന അപ്പോഴാണ്. വിച്ച് പ്രൊമോട്ടഡ് മദർ ആൻഡ് ന്യൂബോൺ ബീയിങ് ടുഗെദർ ഈവൻ വെൻ ദ ബേബി ഈസ് സിക്ക്. അങ്ങനത്തെ ഒരു യൂണിറ്റ്സിൻ്റെ ഒരു തുടക്കം കൊടുക്കുന്ന ഒരു ലാൻഡ്മാർക്ക് സ്റ്റഡി ആയിരുന്നു അത്. ഇന്ത്യയിൽ ഇത് ആദ്യമായിട്ട് ചെയ്തത് നമ്മുടെ ഡൽഹിയിലെ സഫ്ദർജംഗ് ഹോസ്പിറ്റലാണ്. ഇവിടെ കൊച്ചിയിൽ ആദ്യമായിട്ടൊരു ഹോസ്പിറ്റലിൽ ചെയ്തേക്കുന്നത് കാക്കാനാടുള്ള ബർത്ത് വില്ലേജ് ഹോസ്പിറ്റലാണ്. അവിടുത്തെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ഐജോ, അവിടുത്തെ സ്റ്റാഫ് രാജി സിസ്റ്റർ, ശ്രീലക്ഷ്മി സിസ്റ്റർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു കൺസെപ്റ്റ് അവിടെ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ മദേഴ്സ് ആൻഡ് ബേബീസ് അലൈക്ക്. ഇപ്പോൾ പറഞ്ഞു വന്നാൽ വളരെ സിമ്പിളാണ്. NICUവിൽ മദേഴ്സിനും കൂടെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ MNCU എന്ന് പറയുന്നത്. അപ്പം ഒരു കുഞ്ഞിന് വേണ്ട സപ്പോർട്ട് സിസ്റ്റങ്ങളും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാനുള്ള സൗകര്യങ്ങളും അതിനോടൊപ്പം തന്നെ നോർമൽ ഡെലിവറിയോ സിസേറിയനോ കഴിഞ്ഞ മദേഴ്സ് ആണെങ്കിൽ അവർക്ക് നിൽക്കാനും അവരുടെ കെയർ പ്രൊവൈഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കൂടെ ഉള്ള ഒരു റൂം, അതാണ് ഈ MNCU എന്ന് പറയുന്നത്. അപ്പം ഇതിന് കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്. കാര്യം എപ്പോഴും സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ആയിരിക്കണം, അമ്മയുടെയും കുഞ്ഞിൻ്റെയും കെയർ പ്രോപ്പറായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ഗൈഡ് ലൈൻസ് എല്ലാം ഫോളോ ചെയ്താണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യൂഷ്വലി ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾ, ഒരു 32 വീക്സിന് ശേഷമൊക്കെയുള്ള കുട്ടികളാണ് നമ്മൾ ഈ MNCUവിൽ അഡ്മിറ്റ് ചെയ്യാറ്. കൂടുതൽ സമയം മദറിൻ്റെ കൂടെ ബോണ്ടിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും, കൂടുതൽ ബ്രസ്റ്റ് മിൽക്ക് വരാൻ അത് ഹെൽപ്പ് ചെയ്യും, ബേബിയുടെ വെയിറ്റ് ഗെയിൻ അത് ഹെൽപ്പ് ചെയ്യും, ബേബിക്ക് ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു കൺസെപ്റ്റാണ് ഈ MNCU എന്ന് പറയുന്നത്. രണ്ടുപേരുടെ ഒരുമിച്ചുള്ള ഒരു റിക്കവറിയെ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും രണ്ടുപേരുടെ ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ കൺസെപ്റ്റ്. ഐ ഹോപ്പ് ദിസ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് കണ്ട് പല ഹോസ്പിറ്റൽസ് ഇതിനെ അഡാപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് എ ഗോയിങ് ബാക്ക് ടു നേച്ചർ എന്ന് പറയുന്ന പോലെയാണല്ലോ. അമ്മയും കുഞ്ഞും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണല്ലോ. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട് ഈസ് ഇൻറ്റൻറ്റഡ് അല്ലേ എപ്പോഴും. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്ത് കൺസെപ്റ്റും അതും വിച്ച് ഇസ് എവിഡൻസ് ബാക്ക്ഡ് അല്ലേ, സയൻസ് ബേസ്ഡ്. അപ്പോൾ നമ്മൾ എന്തായാലും അതിനെ പ്രൊമോട്ട് ചെയ്യണം. വെരി ഗുഡ് ഇനിഷ്യേറ്റീവ്.